ഈ ഗായ്സ് ഇന്നൊരു പണിയില്ലാത്ത എന്തൊരു ഡേ നോക്കിയാലോ. രാവിലെ നേറ്റ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാട്ടോ മാമനും ഫ്രണ്ട്സ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ രാവിലെ തന്നെ പോയി വലയൊക്കെ ഇട്ടിട്ട് മീൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല രസമായിട്ടായിരുന്നു കാണാൻ. വലിയ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ റോസ് പ്രിസർവേഷൻ കാര്യം ഓർമ്മ വന്നത്. ആ ഒരു വർക്ക് ഉണ്ടായിരുന്നു, വേറെ ആർക്കും അല്ലാതെ എനിക്ക് തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേട്ടോ ഹാളിൽ ഒരു സൗണ്ട്. നോക്കുമ്പോൾ അപ്പൂസ് രാവിലെ ചീത്തയും കേട്ടോണ്ട് പോയിട്ട് അമ്മനെ സോപ്പിടാൻ വേണ്ടിയിട്ട് മഞ്ചൊക്കെ കൊണ്ടുവന്നിക്കുക. അവരുടെ പ്രശ്നം തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയി എൻ്റെ പരിപാടി നോക്കിയായിരുന്നു. ഞാൻ സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൂസ് അത് അപ്പോഴേക്കും റംബൂട്ടാൻ കൊണ്ടു നിൽക്കുന്നു കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ വരയ്ക്കാൻ തുടങ്ങി. വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ വരച്ചോണ്ടാന്ന് അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോഴേക്കും അമ്മ ഉച്ചയായപ്പോഴേക്കും നല്ല മുളകിട്ട മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. മീൻകറിയും പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കി വെള്ളമൊർക്കാന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അലർജി ആയതുകൊണ്ട് എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ, ഞാൻ ഒരു താളിപ്പും ഇഞ്ചിപ്പുളിയും കൂട്ടി ഞാൻ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചു. പിന്നെ അച്ഛനും മാമാരൊക്കെ ഭക്ഷണം കഴിയുമ്പോഴേക്കും ലേറ്റായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മ പിന്നെ ഒരു തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തയച്ചോട്ടോ. വൈകുന്നേരം അവർ പോകാൻ നേരത്ത് പിന്നെ അവർ ഭയങ്കര ഹാപ്പി ആയി വന്നിട്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഫ്രണ്ട്സിനൊക്കെ. അത് കഴിഞ്ഞ് അവർ പോയപ്പോൾ എൻ്റെ കുട്ടികളുടെ കുറച്ച് കലാവിരുദ്ധമൊക്കെ കണ്ടുകൊണ്ടിരുന്ന അവരുടെ സ്നേഹപ്രകടനമൊക്കെ കണ്ടുകൊണ്ട് ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ മേലഴുകി വിളക്കൊക്കെ കത്തിച്ച് പിന്നെയും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. ഓക്കെ, ബൈ.